നമസ്കാരം. നമ്മിപ്പോൾ പോകുന്നത് പ്രശസ്തമായ ആലാക്കാവ് ദേവീക്ഷേത്രത്തിലേക്കാണ്. ഇത് ആല വഴിയുള്ള മാവേലിക്കര ചെങ്ങന്നൂർ റോഡാണ്. ഇവിടെ നിന്നും കുറെ കൂടി ചെല്ലുമ്പോൾ ആല അത്തലക്കടവ് ജംഗ്ഷനിൽ എത്തും. അവിടെ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി ഉത്തരപ്പള്ളിയാറിൻ്റെ വടക്കേ കരയിലാണ് ആലാക്കാവ് ദേവീക്ഷേത്രം. ഈ ഗ്രാമത്തെ ക്യാമറ കണ്ണിലൂടെ കാണുമ്പോഴാണ് അത് എത്ര മനോഹരമാണ് എന്ന് ബോധ്യപ്പെടുന്നത്. ഈ ചെറിയ ഗ്രാമം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാൽ സമൃദ്ധമാണ്. പ്രധാനമന്ത്രിയുടെ ഗ്രാമീൺ സഡക് യോജനയും അഴിമതിക്കാരനല്ലാത്ത ഒരു സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമാണ് ഈ കൊച്ചു ഗ്രാമത്തെ ഒന്നാന്തരം റോഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയത്. ഈ നാട്ടിൽ നിന്നും കുറച്ചുകാലം ഒരു MLA ഉണ്ടായതും കാര്യങ്ങൾ എളുപ്പമാക്കിയിരിക്കണം. ഈ പാലത്തിൻ്റെ ഇരുവശത്തും കാണുന്നത് പച്ചനെൽപ്പാടങ്ങളല്ല, ഒഴുക്കു നിലച്ച ഉത്തരപ്പള്ളിയാറാണ്. ആരോഗ്യത്തിൻ്റെ വിലയറിയാത്ത, തണ്ണീർത്തടങ്ങളുടെ മൂല്യമറിയാത്ത ആളുകളുടെ കയ്യേറ്റങ്ങൾ കൊണ്ട് സർക്കാർ രേഖകളിൽ നിന്ന് പോലും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരാറ്. ഏറെക്കാലത്തിന് ശേഷമാണ് ഒരു ആനവണ്ടി കാണാൻ കഴിയുന്നത്. പുതിയ ഗവൺമെൻറ് വന്നു, പുതിയ മന്ത്രി വന്നു. KSRTC നന്നാകട്ടെ എന്നുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ചെങ്ങന്നൂരിൽ നിന്നും പേരിശ്ശേരി മഠത്തുംപടി ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 5.5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമ്പോഴാണ് ആല അത്തലക്കടവിലെത്തുന്നത്. പണ്ട് ഈ പ്രദേശങ്ങളെല്ലാം കൃഷ്ണപുരം കേന്ദ്രമായ കായംകുളം രാജ്യത്തിൽ ഉൾപ്പെട്ടതായിരുന്നു. 1734 യുദ്ധത്തിൽ കായംകുളം രാജാവ് കൊല്ലപ്പെട്ടു എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ നേതൃത്വം ഏറ്റെടുത്ത് യുദ്ധം തുടർന്നു. പിന്നെ ഏറെക്കാലത്തിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കുന്നത്. ആലക്കാവ് ക്ഷേത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭക്തരെ സ്വാഗതം ചെയ്യുന്നത് ഒരു പേരാൽമരമാണ്. ഇന്ന് കാണുന്ന ക്ഷേത്രം പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ കരുവാറ്റ ഗോവിന്ദൻ ജ്യോത്സ്യരുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടത്തി താഴമൺ മഠം കണ്ഠരര് മഹേശ്വരരുടെ നേതൃത്വത്തിൽ പുതുക്കിപ്പണിഞ്ഞ് പുനഃപ്രതിഷ്ഠ നടത്തിയതാണ്. പണ്ട് ഒരു രാജ്യത്തിനകത്ത് മറ്റൊരു രാജാവിന് അധികാരാവകാശങ്ങളുള്ള ദേശവഴികളും സ്വത്തുക്കളും ക്ഷേത്രങ്ങളും സർവ്വസാധാരണമായിരുന്നു. അത്തരത്തിൽ ഇളങ്ങള്ളൂർ സ്വരൂപം എന്നറിയപ്പെടുന്ന ഇടപ്പള്ളി തമ്പുരാൻ കാരാഴ്മ അവകാശമായി ഏൽപ്പിച്ചു കൊടുത്ത താനംചേരിൽ ഇല്ലക്കാരാണ് ഇപ്പോഴത്തെ ക്ഷേത്രം ഉടമകൾ. കാര്യം ആളിയിരുന്നവർ രാജാധികാരം അവസാനിച്ചതോടെ ഉടമസ്ഥരായി. പഴയ ക്ഷേത്രം എഴിയടിച്ച നാലുകെട്ട് പോലെയായിരുന്നു. മുകൾ ഓടിട്ടതും തറയും മുഖമണ്ഡപവും പാളിക്കല്ലുകൾ ചേർത്തു വച്ചതുമായിരുന്നു. വടക്കു ഭാഗത്തുള്ള ഭദ്രകാളി ക്ഷേത്രം പാളിക്കല്ലുകൾ കൊണ്ട് തറയും ഭിത്തിയും മുകൾ ഊടുമായിരുന്നു. ചുറ്റുമതിൽ നിൽക്കുന്ന ഭാഗത്ത് നിരനിരയായി ചുമടുതാങ്ങുകൾ പോലെ തെക്ക് വടക്കെത്തിച്ച് കരിവരിക്കല്ല് എന്ന് വിളിക്കുന്ന കന്മതിൽ നിലനിന്നിരുന്നു. ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത പൗരാണികതയുടെ തിരുശേഷിപ്പുകളായ വലിയ പാളിക്കല്ലുകൾ എല്ലാം ഭാവനാശൂന്യരായ പുനർനിർമ്മാതാക്കൾ അടിച്ചു പൊട്ടിച്ച് വാനത്തിൽ ഇട്ട് കളഞ്ഞു. ഏകദേശം 1 ഏക്കർ 5 സെന്റ് സ്ഥലത്താണ് ക്ഷേത്രം ഇപ്പോൾ നിലകൊള്ളുന്നത്. വനദുർഗയും ഭദ്രകാളിയും കൂടാതെ തെക്ക് കിഴക്കായി മുഖ്യ ശ്രീകോവിലിൻ്റെ ഇറമ്പടിയിലായിരുന്നു ഗണപതിയുടെ സ്ഥാനം. ഗണപതിയുടെ കന്നിമൂലയിലെ പ്രതിഷ്ഠ, സർപ്പസ്ഥാനം, ഈശാനകോണിലെ ശിവൻ, രക്ഷസിൻ്റെ അമ്പലം തുടങ്ങിയവ പുനഃപ്രതിഷ്ഠയോടുകൂടി സ്ഥാനം ലഭിച്ചവയാണ്. സ്ഥപതി നിർദ്ദേശപ്രകാരം പൂർണ്ണരൂപത്തിൽ ക്ഷേത്രം വരികയാണെങ്കിൽ പ്രധാന ശ്രീകോവിലുകൾക്ക് ചുറ്റുമായി 4 അമ്പലം ഉണ്ടാകും. ഉപദേവന്മാരായ ഗണപതിയും ശിവനും അതിൻ്റെ മൂലകളിൽ ആകും. അതുകൊണ്ടാണ് ആ ശ്രീകോവിലുകൾക്ക് പൂർണ്ണരൂപത്തിലുള്ള മേൽക്കൂരകൾ നിർമ്മിക്കാതിരിക്കുന്നത്. അങ്ങനെ വന്നാൽ 4 അമ്പലത്തിൻ്റെ അഗ്നികോണിലെ ഭാഗം സ്വാഭാവികമായി തിടപ്പള്ളിയായി മാറും. അങ്ങനെ ഇപ്പോഴത്തെ തിടപ്പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗം പൊളിച്ചു മാറ്റിയെങ്കിലേ സർപ്പസ്ഥാനത്ത് ഭക്തർക്ക് തടസ്സം കൂടാതെ ആരാധന നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ക്ഷേത്രനാമം തന്നെ ലഭിച്ചത് ഇവിടെ കാണപ്പെടുന്ന അപൂർവ വൃക്ഷങ്ങൾ നിറഞ്ഞ കാവിൽ നിന്നുമാണ്. ഇത് യഥാർത്ഥത്തിൽ സർപ്പക്കാവല്ല, യക്ഷിക്കാവാണ്. എന്നാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളിൽ കിളച്ചപ്പോഴും മറ്റും ലഭിച്ചിട്ടുള്ള സർപ്പവിഗ്രഹങ്ങൾ ഇവിടെ നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ നൂറ്റാണ്ടുകളായി നിലനിന്നു വരുന്നതാണ് ആലക്കാവ്. ഈ കാവിൽ നിന്നും കുലകുലയായി ഉണ്ടാകുന്ന ഓടപ്പഴങ്ങൾ പണ്ടുള്ളവർ ശേഖരിച്ച് ഓടലെണ്ണ എടുക്കുമായിരുന്നു. വലിയ പൈൻ മരങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം.
നിരവധി പക്ഷികളുടെ താവളമായ ഈ കാവിൽ അമൂല്യമായ ഔഷധങ്ങളും ഉണ്ട്. എന്നാൽ ആരും തന്നെ ഈ കാവിനകത്ത് കയറാറില്ല. കാവിന് സമീപത്തുള്ള യക്ഷിനടയിൽ വിളക്ക്, വറപൊടി, കരിക്ക്, കരിവള സമർപ്പണം തുടങ്ങിയവ ചെയ്യുന്നതല്ലാതെ കാവിനകത്ത് പൂജ പതിവില്ല. എന്നാൽ ഉത്സവ സമയത്തും മറ്റും ഭക്തജനങ്ങൾ അവിടെ വിളക്ക് കത്തിക്കാറുണ്ട്. ഈ കാവിൻ്റെ പഴക്കം തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം പൗരാണികമാണ്. കേരളത്തിലെ പല ക്ഷേത്രങ്ങളും ആദിമകാലത്ത് ഇത്തരം കാവുകളായിരുന്നു. വനദേവതമാരുടെ വിഹാരഭൂമിയായിരുന്ന ഇവിടങ്ങളിൽ നിന്നുമാണ് വനദുർഗ സങ്കല്പം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത്. ബ്രാഹ്മണരുടെ വരവോടുകൂടിയാണ് പഞ്ചപ്രാസാദങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങൾ കേരളീയ വാസ്തുശില്പ ശൈലി അനുസരിച്ച് ആരാധനയ്ക്കായി നിർമ്മിക്കപ്പെട്ട് തുടങ്ങിയത്. ഈ ക്ഷേത്രത്തിൻ്റെ പൗരാണികതയുടെ അവശിഷ്ടങ്ങൾ പലതും മറഞ്ഞു കിടപ്പുണ്ട് എന്ന് പഴമക്കാർ പറയുന്നു. പൊന്നാലാക്കാവിലമ്മ എന്ന ഒരു പേര് വന്നത് പഴയ ക്ഷേത്രം നിന്നിരുന്നതിന് അടിഭാഗത്ത് ആഴത്തിൽ സ്വർണ്ണ നിധിശേഖരം ഉണ്ട് എന്നതിനാൽ ആണത്രേ. ക്ഷേത്രത്തിൻ്റെ വടക്കുവശത്ത് സാമാന്യം വിസ്തൃതിയുള്ള ഒരു തീർത്ഥക്കുളമുണ്ട്. മുൻപ് കരിങ്കൽ പടവുകളുള്ള ശുദ്ധജലമുണ്ടായിരുന്ന കുളം ഇപ്പോൾ ആഫ്രിക്കൻ പായൽ പിടിച്ച് കിടപ്പാണ്. വളരെ ചെളിയടിഞ്ഞു കിടക്കുന്ന ഈ കുളം വൃത്തിയാക്കി ചുറ്റുപാടും കരിങ്കല്ല് കെട്ടി സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. മുൻപ് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ ശുദ്ധി വരുത്തിയിരുന്നത് ഈ കുളത്തിലാണ്. പൂജാരിമാരും വിധിപ്രകാരം മുങ്ങിക്കുളിക്കുന്നതിന് ഈ കുളം ഉപയോഗിച്ചു വന്നിരുന്നു. ഇനി ഈ ക്ഷേത്രം ബാക്കി നിർമ്മിതികളോടുകൂടി പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് നമുക്ക് കാത്തിരിക്കാം. അതിനായി പ്രാർത്ഥിക്കാം.